പരസ്യമായ പിന്തുണയാണ് ഇത്. CPIM സിന്ദാബാദ് എന്നു തന്നെ വിളിച്ചുകൊണ്ടാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകൾ. രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ വാദം. പിന്നെ എന്തിനാണ് ആ പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPIM സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവിടെ ഉയരുന്നത്? അങ്ങനെ പരസ്യമായ പിന്തുണ ഇപ്പോഴും നൽകുന്നുണ്ട് എന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്താണ്? എന്ന് വെച്ചാല് ഇവര് ഇന്നത്തെ ജയരാജന്റെ സന്ദേശം ഈ പ്രതികളെ കണ്ണൂർ ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവിടെ കുറെ പ്രവർത്തകരെയും കൂട്ടി ഇൻക്ലാം വിളിക്കുന്നത് നമ്മൾ ടിവിയിലൂടെ കണ്ടിരുന്നു. അതുമാതിരി തന്നെ അവിടെ ജയരാജൻ അവർക്ക് നല്ല സന്ദേശം കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു. അതേമാതിരി ഇവിടെ പ്രതികൾക്ക് വെറുതെ വിട്ട പ്രതികളെ വീട്ടിലും പിന്നെ ശിക്ഷിച്ച വീട്ടിലും ഇന്ന് ഇട്ട MLA ഓരോ കുഞ്ഞമ്പു, അതുമാതിരി ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ, അതുമാതിരി രാജഗോപാലൻ പയ്യന്നൂർ ജയിച്ച രാജഗോപാലൻ, ഇന്നുവരെ ഒരു വീടെല്ലാ 24 പ്രതികളെ വീട്ടിലേക്കും ഇന്ന് സന്ദേശം നടത്തി 2 മണിക്കൂർ കല്ലുവട്ട നാട്ടിൽ എല്ലാ വീട്ടിലും ഇന്ന് പോയി അവരെ തിരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ സന്ദേശം ഇവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ രാഷ്ട്രീയ കൊലയല്ല, ഇത് വ്യക്തിപരമായ കൊലയാണ് പിതാവിന് ചെയ്തത്. ഈ കൊല ഒന്നാമത് പിതാവിന്റെ വീട്ടിൽ പോലും ഇന്ന് അവർ പോയിരുന്നു. അത് എന്ത് സന്ദേശം കൊടുക്കുന്നതെന്ന് ഈ കേരള ജനങ്ങൾക്ക് എന്ന് നമ്മൾക്കൊന്നും മനസ്സിലാവില്ല. ഇതിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത് മനസ്സിലായെന്ന് ഇനി ആർക്കും ഒന്നുമില്ല. എല്ലാം അരിയാഹാരം കഴിക്കുന്ന വ്യക്തി ജനങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായിരിക്കുന്നു ഈ സന്ദേശത്തോടുകൂടി. പണ്ട് പാർട്ടിയുടെ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് സ്വന്തം പോലീസും കോടതിയും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാണ്. പക്ഷേ ഇക്കാലത്ത് പാർട്ടി കോടതിയിലല്ലേ കേസ് വന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന ആവർത്തിച്ച വാദമുണ്ടായിട്ടും അത് നിഷേധിക്കപ്പെട്ട് ഇവരൊക്കെ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത്.